ആരോപിച്ചതിനെ തുടർന്നുള്ള മനോവിഷമത്തിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നാൽക്കത്തടുക്ക സ്വദേശിനി ജസീലയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ ചിത്രീകരിച്ചതിനു ശേഷമാണ് യുവതി ജീവനൊടുക്കിയത്. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ്. യുവതിക്ക് നേരെ ആരോപണമുന്നയിച്ച ആൺസുഹൃത്തിനെയും ഇയാളുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും. ഒപ്പം സ്വർണം മോഷ്ടിച്ചെന്ന ആദൂർ പോലീസിൽ നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണവും നടത്തും. നാൽത്തടുക്ക സ്വദേശിനി ജസീലയാണ് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ ചിത്രീകരിച്ചതിനു ശേഷം ജീവനൊടുക്കിയത്. ജസീല ജീവനൊടുക്കിയ സംഭവം അപമാനഭീതിയും അപവാദ പ്രചരണത്താലുമുള്ള മനോവിഷമത്തിലെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ജസീലയുടെ സുഹൃത്ത് അഫ്രീദിന്റെ മാതാപിതാക്കൾ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട 9.5 പവൻ സ്വർണം മോഷ്ടിച്ചത് ജസീലയെന്ന് പ്രചരിപ്പിച്ചതിലുള്ള മനോവിഷമത്താലാണെന്നും എഫ്ഐആറിൽ പറയുന്നു. ജസീലയുടെ സഹോദരൻ മുഹമ്മദ് അനാസിന്റെ പരാതിയിൽ വിദ്യാനഗർ പോലീസാണ് കേസെടുത്തത്. തന്റെ നിരപരാധിത്വം വിശദമാക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുത്താണ് ജസീല എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയത്. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും അറിഞ്ഞില്ല. കാര്യം എൻ്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാവരും മരിക്കേണ്ട അവസ്ഥയില്ല. എൻ്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഫ്രണ്ട് അഫ്രീദിൻ്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാൻ എന്നെ നാണം കെടുത്തിട്ട് പറഞ്ഞിട്ട് 2 പേര് ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. എൻ്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ആദൂർ പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവർ നിൻ്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാണ്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മ അതിനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സത്യം തടയാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. മരിച്ചിട്ടാണെങ്കിൽ എൻ്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്താലോ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒരു സമാധാനം ഉണ്ടായിട്ട് അവരെപ്പോഴും വിഷമിപ്പിച്ചോണ്ടെന്ന് ഇതിൻ്റെ പേരിൽ അവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിച്ച് കുറേ നിറച്ച് വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടിൽ 9.5 പവൻ ഉണ്ടതുപോലെ എനിക്കറിയില്ലായിരുന്നു. സ്വർണ്ണമോഷണം സംബന്ധിച്ച് ആദൂർ പോലീസിൽ അഫ്രീദിന്റെ മാതാപിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് ജസീലയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ജസീലയെ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ സ്വർണം മോഷ്ടിച്ചത് ജസീലയാണെന്ന തരത്തിൽ വ്യാപക പ്രചരണമുണ്ടായി. ഒപ്പം സുഹൃത്ത് അഫ്രീദിനെ ചേർത്തും അപവാദ കഥകൾ പ്രചരിപ്പിച്ചു. ഇതിലുള്ള കടുത്ത മനോവിഷമമാണ് ജസീല ജീവനൊടുക്കാൻ കാരണം. മരണത്തിന് തൊട്ടുമുൻപ് ചിത്രീകരിച്ച 5 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള വീഡിയോയിൽ ജസീല ഈ വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്നുണ്ടായ ദുരനുഭവവും തന്റെ 2 കുഞ്ഞുമക്കളുടെ ഭാവിയിലും ജസീല വീഡിയോയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ആദൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ ദുരനുഭവവും ജസീല വിവരിക്കുന്നുണ്ട്. ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ ബോയ്സായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റൂല. ആരും നോക്കുമെന്ന് ആരും നോക്കില്ല. അവരെന്നെ കൊണ്ടുപോകാം. എൻ്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാൽ ഞാൻ മരിച്ചിട്ട് എങ്ങനെയുണ്ട് സത്യം തെളിയണം?
എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എൻ്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് അവരൊന്നും തന്നെ നാണം കെടുത്തി വെച്ചെന്നെ. സത്യം തടയാൻ വേണ്ടി കംപ്ലൈൻറ്റ് എടുക്കാൻ ഞാൻ എന്നെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ പേര് തന്നെ അവരെ. ഞാനെന്ത് തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പ്ലീസ് തെളിയിക്കണം. എൻ്റെ മരണത്തോടാണെങ്കിലും സത്യം തെളിയിക്കണം. അരച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്കും പോയി ആർക്കും പോകാനില്ല. എൻ്റെ വീട്ടുകാർക്ക് എന്ത് പറ്റിയ കുഴപ്പമില്ല. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ ആ വീട്ടിലേക്ക് പോയോണ്ടല്ല എൻ്റെ പേര് വന്ന്. ഇങ്ങനെല്ലാം ആവുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. നിങ്ങളെന്നെ പറ, ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നമാവുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. ഇല്ലല്ലോ, ഞാൻ മനസ്സോത അറിയാത്ത പേര് അതിനൊക്കെ വേറെ എന്തൊക്കെയോ പേരിട്ടിട്ട് ഇവരെനിക്ക് തരുന്നുണ്ട്. അവിടെ റൂം എടുത്തിട്ട് പോയി ഇവിടെ വന്നു. എനിക്കറിയാത്ത പോലും ഗോൾഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറയണം. അല്ലാണ്ട് എന്നെ എന്തിനിങ്ങനെ നാണം കെടുത്തിയത്? എൻ്റെ മക്കൾക്ക് എന്നെ ജീവിക്കാൻ കഴിയുക, തലവെച്ച് നടക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് അവരെന്നെ കൊണ്ടുപോകുന്നത്. എല്ലാവരും എന്നെ കൊണ്ടുപോകാൻ സത്യം തെളിയിക്കണം. ഒരു ദിവസം തെളിയുന്ന വിശ്വാസത്തോടെ ഞാനിവിടെ ധനിയാവിലില്ലെങ്കിൽ ഒരു ദിവസം സത്യം തെളിയുന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ പോവാ. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാ. സംഭവത്തിൽ ആദൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാലത്തൊടുക്കയിലെ തന്റെ സ്വന്തം വീട്ടിൽ എലിവിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജസീല വെള്ളിയാഴ്ച രാത്രിയോടെയാണ് മരണപ്പെട്ടത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ജസീലയുടെ മരണമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മോള് പഠിക്കാൻ പോകുന്നിട്ട് ചങ്ങായി ഉണ്ടായിരുന്നു. ആ ചങ്ങായി അവളോട് 2 പൗണ്ട് വാങ്ങി ഫാൻസി തുടങ്ങിയിട്ട്. എന്നിട്ട് ഫാൻസി തുടങ്ങിയിട്ട് എന്തോ അറിയാല ഭയ ഓറ പെരത്ത് 9.5 പൗണ്ട് കാണലായിട്ട് ഇവിടെ പ്രശ്നമാക്കാന്ന് വന്നു. ആ പെരത്ത് ഉമ്മാവും ആ ചെക്കനും വന്നിട്ട് രണ്ടാളും ഭീഷണിപ്പെടുത്തി. അവൾ മുസാബല പിടിച്ച് ഞാൻ 9.5 പൗണ്ട് എടുത്തിട്ടാ എന്നെ പറയണ്ട, ഞാൻ മരിച്ചോ, നീ മരിച്ച നമുക്ക് എന്താ കിട്ടും. എന്നിട്ട് അവൾ ബേജാറ് കൊണ്ട് മരിച്ച. ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. എന്നിട്ട് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. ഞാൻ പൊന്നെടുത്തിട്ടാ എന്നെ പറയുമ്പോൾ പോലീസ് അവിടെ പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിനെ. ഉള്ളാൾ തന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കേട്ട് പോലീസ് നായനൊക്കെ കൊണ്ട് നമുക്ക് തെളിയല്ലേ. അപ്പോൾ പറഞ്ഞ് പോലീസ് നായനെ കൊണ്ടുവരാൻ കഴിയല. അത് അന്ന് തന്നെ കൊണ്ടുവരണം ശരി. പിന്നെ ഓർമ്മ തേടുന്ന ഓളെ ഭീഷണിപ്പെടുത്തി. ഈ മെച്ച് ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉമ്മാവും വന്നിന്, പൊങ്ങും വന്നിന്. ഓർമ്മത്ത് ഓളെ എന്തെല്ലാം പറഞ്ഞു, എനിക്ക് ബാണ്ട ഉള്ളവരുടെ DNA ടെസ്റ്റ് എടുക്കണം എന്നെല്ലാം പറഞ്ഞു. ഒക്കെ ബേജാറായിട്ട് ആൾ പാപ്പം ആരെ എതിർ പറയാല. അങ്ങനത്തെ പെണ്ണ് 2 പിള്ളേരുണ്ട്. പിള്ളേർ പോയി, പിള്ളേർ ഉമ്മ പോയി. ഞങ്ങൾ അങ്ങനെ നോക്കിയല്ല, തിരിച്ചെത്തി നോക്കി 2 പെണ്ണും ഒരാണും. ഓളൊരു വത്തപ്പെടുത്തി അറിയാലോ ഇങ്ങോട്ട് കള്ളപ്പേര് വരുമ്പോൾ ബേജാറായി. പിന്നെ വേറെ എന്തെല്ലാം ഈ പെക്കർ എന്തെല്ലാം ഇയാളെ പറ്റിയിട്ട് ഉണ്ടാക്കി, പൊട്ടിപ്പേരെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടാക്കി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ പീടിലെടുത്ത് മൂട്ടിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. സഹിക്കാൻ കഴിയായിട്ട് ഓളെ വെച്ച് ആ ചെക്കൻ്റെ ഉമ്മാവന്തയുടെ വിഷ്ണു വാങ്ങാൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.